അങ്ങനെ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെടുത്ത വീഡിയോ ആണ്. കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും വാക്സിൻ വെക്കാനായിട്ട് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇടാൻ ലേറ്റായി, അതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഞാൻ റെഡിയാക്കി, ഞാനും അങ്ങ് റെഡിയായി. അങ്ങനെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് വന്നു, ഞങ്ങൾ വേഗം പോന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് എത്തി. അവിടെ അത്യാവശ്യം എന്താ പറയുക, ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോക്കൺ ബേസാണ് പോവുക. അങ്ങനെ അവിടെ പോയപ്പം കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, ഫോം ഫില്ല് ചെയ്യുക. അങ്ങനെ ഹസ്ബൻഡ് പതുക്കെ അതൊക്കെ വാങ്ങി ഫില്ല് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്ത് പോയിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട്. അപ്പോൾ ട്വിൻസ് ആയത് കാരണം ഇവരെ കണ്ട് ഒരുപാട് പേരിങ്ങനെ വന്ന് എന്താ പറയുക കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 2-3 കുഞ്ഞുങ്ങൾ വന്നിട്ട്, ചെറിയ കുട്ടികൾ വന്നിട്ട് ഇവർ രണ്ടുപേരെയും കൂടെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിങ്ങനെ അത്ഭുതം, ഇത് രണ്ടും ഒരുപോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞുങ്ങളേതായ സംശയം കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ വാക്സിൻ വെക്കാനായിട്ട് ഒരാളെയും കൊണ്ട് അകത്തോട്ട് കയറി. അപ്പോൾ ആൾ ഭയങ്കര കളിയിലാണ്. അപ്പോൾ അറിയുന്നില്ലല്ലോ ഇഞ്ചക്ഷൻ വെക്കാനാന്നുള്ള കാര്യം. അങ്ങനെ ആൾ നല്ല കളിയൊക്കെ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ വെച്ചു. ഇഞ്ചക്ഷൻ വെക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തില്ല. അത് വേറെ ഒന്നുമല്ല, ആ ഒരു സമയത്ത് ഞാനും ഭയങ്കര ടെൻസ്ഡായിരുന്നു, ഹസ്ബൻഡും അതേപോലെ തന്നെ. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 2 പേരുടെ ഇഞ്ചക്ഷൻ വെക്കൽ കഴിഞ്ഞു. 2 എണ്ണം കാലിലും വെച്ചിട്ടുണ്ടായിരുന്നു, 1 കൈക്കും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെക്കുന്നതിൻ്റെ മുമ്പിൽ അവിടുത്തെ സിസ്റ്റർ ഇവർ രണ്ടുപേരെയും കൂടെ നന്നായിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിസ്റ്ററോട് ഇവർ രണ്ടുപേരും നല്ലോണം ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ കൊണ്ട് വരുമ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഒരുപാട് നേരം നോക്കി. അങ്ങനെ ഇവർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ സിസ്റ്റർ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കയ്യിൽ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് കളിച്ച് എന്താ പറയുക, ബെഡിൽ നിന്ന് ഇങ്ങോട്ടോടിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര എന്താ പറയുക, ചെറിയ കരച്ചൊന്നും, അത്യാവശ്യം നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരഞ്ഞു. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടുന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തോട്ട് പോയി. അങ്ങനെ പുറത്തോട്ട് പോയ സമയത്ത് അവർ കരച്ചിലൊക്കെ അത്യാവശ്യം നിന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 പേരും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ കരുതി എന്നാൽ വണ്ടിയിലോട്ട് കയറുമ്പോൾ പിന്നെ എഴുന്നേക്കുമെന്ന് കരുതി. പക്ഷേ വണ്ടിയിലോട്ട് കയറിയ സമയത്ത് അവർ എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2 പേരും നല്ല ഉറക്കമായിരുന്നു. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ നന്നായിട്ട് കരയുമോ, എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമോ, ചിലപ്പോൾ നമ്മൾ വാക്സിൻ വെച്ച് കഴിഞ്ഞാൽ ഫീവറൊക്കെ വരുമല്ലോ. അപ്പം ഞാൻ കരുതി ഫീവറൊക്കെ വരുമായിരിക്കും എന്നൊക്കെ കരുതി അവിടുന്ന് ഓൾറെഡി ഫീവറിൻ്റെ സിറപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വീട്ടിലെത്തിയപ്പോഴും എഴുന്നേറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോയി കിടത്തി. 2 പേരും നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്ത് പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കിയാലും പിന്നെ കുറച്ച് കഴിഞ്ഞേരം അവർ 2 പേരും എഴുന്നേറ്റപ്പോഴെനിക്ക് ഭയങ്കര ടെൻഷൻ, അയ്യോ എന്തെങ്കിലും ബുദ്ധിമുട്ട്. അപ്പം ഞാൻ നോക്കുമ്പം കൈയും കാലൊക്കെ ഞാൻ പിടിച്ച് നന്നായിട്ട് ഇളക്കി. പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ഓക്കെയാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഹാപ്പിയാണ്. പോകുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ തന്നെയാണ് അവർ 2 പേരും തിരിച്ചു വന്നപ്പോഴും. അങ്ങനെ 2 പേരും കളിച്ച്. പിന്നെ ഞാൻ 2 പേരും ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി. പിന്നെ അവരുടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. കളിക്കുന്ന സാധനം വേറെ ഒന്നുമില്ല, ഞാനങ്ങനെ ടോയ്സ് ഒന്നും ഇവർക്ക് വാങ്ങാറില്ല. അങ്ങനെ അവർ എന്താ പറയുക, വീട്ടിൽ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് കളിച്ച്. അപ്പോൾ അന്നത്തെ ദിവസം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ബൈ.